ഹായ് ഓൾ, വെൽക്കം ടു രുചിവിസ്മയം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. പഴം പുളിശ്ശേരി. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു പുളിശ്ശേരി തന്നെയാണ് കേട്ടോ പഴം പുളിശ്ശേരി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കേണ്ട എങ്ങനെ നോക്കിയാലോ? അപ്പോൾ നമുക്ക് പഴം പുളിശ്ശേരി തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു പഴം വെച്ചിട്ടാണ് ഞാൻ പുളിശ്ശേരി തയ്യാറാക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഒരുപാട് പഴുത്തുപോയ പഴമല്ല, അത്യാവശ്യം ഈ ഒരു സൈസിൽ പഴുത്തിട്ടുള്ള പഴമാണ്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് നാലായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്താലും മതി. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇതിൻ്റെ നാരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇതുപോലെ ഒന്ന് കളഞ്ഞിട്ട് ഇനി നടുവേ ഒന്ന് കട്ട് ചെയ്യുക. അത് വീണ്ടും ഒന്നുകൂടി കട്ട് ചെയ്ത് 4 പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറിയ സൈസൊക്കെ ആകുമ്പോഴത്തേക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പുളിശ്ശേരി. കറക്റ്റായിട്ട് ഉപ്പും പുളിയൊക്കെ അതിൽ പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ബ്ലാക്ക് ഇതുണ്ടല്ലോ, ആ കുരു പോലെയുള്ളത്, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പം ഞാൻ എപ്പോഴും പുളിശ്ശേരി തയ്യാറാക്കുന്ന സമയത്ത് ഇത് കട്ട് ചെയ്ത് കളയാറുണ്ട്. ചിലരൊന്നും കളയാറില്ല. കളഞ്ഞില്ല എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. ഇനി ഓരോ പീസ് പഴവും നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കഷ്ണങ്ങളുടെ വലിപ്പം തീരുമാനിക്കാം. രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കഷ്ണങ്ങൾ മുഴുവൻ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇപ്പോൾ എൻ്റെ മുളക് പൊടിക്ക് അധികം എരിവില്ലാത്തതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ. എരിവുള്ളതാണെങ്കിൽ നിങ്ങളൊരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് പഴം വേകാൻ ആവശ്യത്തിന് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, 1/2 ഗ്ലാസ് വെള്ളം തന്നെ മതിയാവും. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഒരുപാട് അങ്ങോട്ട് വെന്തുടയരുത്. വെന്തുടഞ്ഞു കഴിഞ്ഞാൽ പുളിശ്ശേരി അത്ര നന്നായിട്ടുണ്ടാവില്ല. പഴം വെന്ത് കിട്ടണം, എന്നാൽ ഓവറായിട്ട് അങ്ങോട്ട് അലിഞ്ഞു പോകുന്ന വേവിൽ ആവരുത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മളിതിൽ ചേർക്കുന്ന മുളക് പൊടി നാടൻ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളമൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വറ്റി വരണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് പുളിശ്ശേരിയിലേക്ക് വേണ്ടുന്ന തേങ്ങ കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കുന്നുണ്ട്. പുളിശ്ശേരിക്ക് ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, ഇത്ര തന്നെ മതിയാവും. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഒട്ടും തന്നെ തരിയില്ലാതെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം, ക്യുമിൻ സീഡ്സ്. അതുപോലെ തന്നെ ഒരു 6-7 എണ്ണ കുരുമുളക്, മുഴുവൻ കുരുമുളകാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 ഇതൾ കറിവേപ്പില. ഇനി അരയ്ക്കാൻ ആവശ്യത്തിന് അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അരച്ചിട്ട് നോക്കുക. അരഞ്ഞില്ലെങ്കിൽ മാത്രം അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ പഴത്തിലെ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത അരപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ അരച്ചെടുക്കണം. നമ്മൾ അമ്മിയിലൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ അരച്ചെടുക്കാൻ, ഒട്ടും തന്നെ തരിയില്ലാതെ. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടില്ല. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറണം. നമ്മൾ ചേർത്ത ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ആ പച്ച മണം ഒന്ന് മാറുന്നത് വരെ ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ഞെരടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് 1.5 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-2.5 ടീസ്പൂൺ വരെ ആവാട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു മധുരമാണ് ഇഷ്ടം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ പഴംപുളിശ്ശേരി ആയതുകൊണ്ട് തന്നെ ഒരു നേരിയ മധുരമാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. അതുപോലെ തന്നെ പഴം എടുക്കുന്ന സമയത്തും ചെറിയൊരു പുളിപ്പോട് കൂടിയ പഴം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. നല്ല പഴുത്ത പഴം എടുക്കരുത്. നല്ല പഴുത്ത പഴം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പുളിശ്ശേരി തയ്യാറാക്കിയാൽ അത്ര നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇങ്ങനെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ പിരിഞ്ഞ പോലെ വരുന്നില്ലേ, അത് ഒഴിവായി കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ തിളച്ചു. ഇതിൻ്റെ പച്ച മണമൊക്കെ ശരിക്കും മാറിയതിന് ശേഷം വേണം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ തൈര് കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ടൊന്നും അല്ല കേട്ടോ, ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല കുറുകിയ തൈരാണ് കേട്ടോ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈര് വേണം എടുക്കാൻ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ തൈര് ചേർത്തതിന് ശേഷം ഒരുപാട് സമയമൊന്നും തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഒരുപാട് സമയം തിളപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ കറി പിരിഞ്ഞ പോലെ വരും. കാണാനും ഭംഗിയുണ്ടാവില്ല, കഴിക്കാനായിട്ട് തോന്നുകയില്ല. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ നല്ല കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു സോസ് പാൻ വെച്ചു. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ നമ്മുടെ പുളിശ്ശേരിയൊക്കെ എന്തായാലും വെളിച്ചെണ്ണ തന്നെ ചെയ്തെടുക്കണം, എന്നാലാണ് അതിന് ആ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ. ഇത് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തു. വറ്റൽമുളകൊന്ന് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് കറിവേപ്പില ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഒരിത്തിരി മുളക് പൊടിയും കൂടെ ഇട്ടുകയാണ്. നമ്മൾ താളിച്ച് ചേർക്കുമ്പോൾ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിശ്ശേരിയാണ്. ഈ ഓണത്തിനൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി തന്നെയാണ്. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമാകുന്ന എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാകുന്ന പുളിശ്ശേരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബെല്ലൈക്കൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.